എം.എ. യൂസുഫ് അലിയുടെ ഒരു ചെറിയ ഭാഗം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നത് കാണാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഈമാനിന്റെ 10,000-1 നമ്മുടെ പണ്ഡിതന്മാർക്കില്ല, കേരളത്തിലെ പണ്ഡിതന്മാർക്ക്, മുസ്ലിം സംഘടനയുടെ പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തിന്റെ 10,000-1 ഈമാനിന്റെ അംശം. അതായത് അദ്ദേഹം ഒരു സാധാരണ കച്ചവടക്കാരനാണ്, ലോകം അറിയുന്ന ഒരു കച്ചവടക്കാരനാണ്, പണ്ഡിതനേ അല്ല. ഒരു അറബി കോളേജിൽ അദ്ദേഹം പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിനുള്ള തിരിച്ചറിവും ഇസ്ലാമും ഇവിടുത്തെ ഖമറുലുലമമാർ, സംശുലുലമമാർ അവർക്കില്ല. എനിക്ക് സങ്കടമുണ്ട്. കാരണം അദ്ദേഹം പല ഘട്ടത്തിലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരെ തടുത്തിട്ടുണ്ട്. ആ സന്ദർഭമോ സാഹചര്യമോ നോക്കാത്ത പക്ക പടച്ചോനെ അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ സമുന്നത സ്ഥാനം നൽകണമെന്ന് ഞാൻ ദുആ ചെയ്യും. അദ്ദേഹത്തിന് തുല്യനായ ഒരു ബിസിനസ്സുകാരനെ കേരളത്തിൽ ഒരു മതസംഘടനയിലും കാണാൻ പറ്റില്ല. അത്ര തിരുത്തിയ ഒരു മനുഷ്യന്. ഒരു ഹിന്ദുവിന് അദ്ദേഹം വീട് വെച്ചു കൊടുത്തു 18 ലക്ഷത്തിന്. അയാൾ അദ്ദേഹത്തിന്റെ കാലിലേക്ക് കുനിഞ്ഞപ്പോ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ വന്നിക്കേണ്ടത് പടച്ചോനെയാണ്, എന്നെയല്ല. ഞാൻ അവന്റെ അടിമയാണ്. ദൈവത്തിന്റെ മുന്നിലല്ലാതെ തലകുനിക്കരുത്. അത് ശരിയല്ല. ഇന്നും അദ്ദേഹം പറഞ്ഞ എന്താ, എന്റെ ഫോട്ടോ വെക്കാൻ പാടില്ല, ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇത് പ്രാർത്ഥന ഹാളല്ലേ? അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം. പ്രാർത്ഥന ദൈവത്തോടെയാണ്, ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അല്ല, എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണ്ട. അപ്പൊ ആയതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് എടുത്തു മാറ്റുക. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള ഇബ്ലീസിന്റെ വാദാണെന്നാണ് ഇവിടെ ഒരു മതസംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കി, ഒരു മുസ്ലിം സംഘടന അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള ഇബ്ലീസിന്റെ വാദമാണ്. അപ്പൊ എം.എ. യൂസുഫ് അലി ആരാണ്? ഇബ്ലീസിന്റെ വാദം ജനങ്ങളോട് പറഞ്ഞ ആളായി. എങ്ങനെയുണ്ട്? ചിന്തിക്കണം, നമ്മൾ ആലോചിക്കാനാണ്.